നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ജനുവരി മാസം 29-ാം തീയതി, അതായത് 1201 ആണ്ട് മകരമാസം 15-ാം തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ ഉദയനക്ഷത്രം മകയിരൻ നക്ഷത്രമാണ്. മകയിരൻ നക്ഷത്രം എന്ന് പറയുമ്പോൾ ഉദിക്കുന്ന സമയത്ത് രോഹിണി നക്ഷത്രമായിരുന്നു. വളരെ കുറച്ച് സമയം മാത്രമേ രോഹിണി ഉണ്ടായിരുന്നുള്ളൂ. അതായത് 6:45 7 മണി കഴിഞ്ഞപ്പോൾ തന്നെ രോഹിണി നക്ഷത്രം തുടങ്ങി. 6 നാഴികയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ആ ദിവസം ആ നക്ഷത്രം എടുക്കുക. 6 നാഴിക നേരമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇന്ന് ഉദയ നക്ഷത്രം വന്നിരിക്കുന്നത് ശരിക്ക് മകയിരൻ നക്ഷത്രമാണ്. മകയിരൻ നക്ഷത്രം ശുഭനക്ഷത്രമാണ്. രോഹിണി നല്ല നക്ഷത്രം തന്നെയാണ്. ഇപ്പോൾ രോഹിണി കുറച്ച് നേരമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളിന്ന് ഒരാളുടെ ബർത്ത്ഡേ ആയിട്ട് എടുക്കുമ്പോൾ രോഹിണിയല്ല, മകയിരൻ നക്ഷത്രമാണ് ഇന്നെടുക്കേണ്ടത്. കാരണം നാളെ രാവിലെ വരെയും മകയിരമാണ്. അപ്പോൾ ശുഭദിനം, ശുഭനക്ഷത്രം. അപ്പോൾ എല്ലാ നല്ല കാര്യങ്ങൾക്കും ഇന്ന് കൊള്ളാം. വ്യാഴാഴ്ചയാണ്. നമുക്ക് എന്ത് കാര്യങ്ങൾക്കും അനുകൂലപ്രദമായ ഒരു വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ മകരമാസത്തിലെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഏറ്റവും അനുകൂലപ്രദമാണ്. അല്ലാതെ ഇന്നത്തെ ദിവസം എടുക്കുന്നവർക്കും ശോഭനമായ ദിവസമാണ്. ശുഭകാര്യങ്ങൾക്കെല്ലാം ഇറങ്ങാം. പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാനോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനോ മറ്റ് ശമ്പള വർധനവിനെക്കുറിച്ച് സംസാരിക്കാനോ പുതിയ കോൺട്രാക്റ്റുകൾ ഉൾപ്പെടാനോ ഒക്കെ അനുകൂലപ്രദമായ ഒരു ദിവസം തന്നെയാണ്. അതുപോലെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടം ഉണ്ടാകും. മുടങ്ങിക്കിടക്കുന്ന ധനം നിങ്ങളിലേക്ക് വന്നു ചേരും. അതുപോലെ പ്രതീക്ഷിക്കാതെ ധനം കിട്ടും. നമ്മൾ ഒരു പ്രതീക്ഷ വയ്ക്കുന്നതിനേക്കാൾ നേട്ടം നിങ്ങൾക്ക് വന്നു ചേരും. അത് പ്രധാനമായിട്ട് ഊഹക്കച്ചവടങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കെല്ലാം അനുകൂലപ്രദമായ ഒരു വർഷത്തെ പ്രദാനം ചെയ്ത് തന്നിരിക്കുകയാണ്. നേട്ടഭാവത തരുന്ന ഒരു വർഷത്തെ പ്രദാനം ചെയ്ത് തന്നിരിക്കുകയാണ്. പുരോഗതിക്കും ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഈ വർഷം നമ്മളെ സഹായിക്കും. അതുകൊണ്ട് നമ്മൾ ഓരോ കാര്യത്തിനും ഇറങ്ങണം. നമ്മൾ എന്തിനാണ് മുന്നറിയിപ്പ് തരുന്നു എന്ന് ചോദിച്ചാൽ മഹർഷിവര്യന്മാർ ഇത് എഴുതി വച്ചിരിക്കുന്നത് തന്നെ നമ്മളെ ലാഭനഷ്ടങ്ങൾ, നമുക്ക് നഷ്ടം വരുമോ ലാഭം വരുമോ എന്ന് കണ്ടുകൊണ്ട് അതിലേക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും അനുകൂലപ്രദമാണ്. അതിനൊപ്പം തന്നെ നമുക്ക് ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. രാഹുകാല സമയം വരുന്നത് തന്നെ 12:37 തൊട്ട് 2:11 വരെ രാഹുകാല സമയവും, അതുപോലെ രാഹുകാല സമയം പോലെ തന്നെ ഗുളികനും യമകണ്ഠനും നമുക്ക് ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കാൻ പാടില്ലാത്ത സമയങ്ങളാണ്. അപ്പോൾ യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും അത്ര അനുകൂലപ്രദമല്ല. അതുകൊണ്ട് ഈ 2 സമയവും ഒരു കാര്യത്തിനും എടുക്കാതിരിക്കുന്നതാണ് ഉത്തമം. അതുപോലെ നമുക്ക് ജാതക പ്രകാരം യമകണ്ഠ കാലസമയവും ഗുളികകാല സമയവും നമുക്ക് ഒരു ശുഭകാര്യത്തിനും എടുക്കാൻ പാടില്ല. ഇന്ന് അഭിജിത്ത് മുഹൂർത്ത സമയം വരുന്നത് 12 മണി, രാവിലെ ഉച്ചയ്ക്ക് 12 മണി മുതൽ അഭിജിത്ത് മുഹൂർത്തം ആരംഭിക്കും. അഭിജിത്ത് മുഹൂർത്ത സമയം നമുക്ക് അനുകൂലപ്രദമായ സമയമാണ്. 12 മണി മുതൽ 12:48 വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. നമുക്ക് വസ്ത്രം നോക്കി കണ്ട് വസ്ത്രധാരണം ധരിച്ചു പോവുക. പ്രത്യേകിച്ച് മഞ്ഞ കളറോ ഗോൾഡൻ കളറിലുള്ള വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരും. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ്. എല്ലാവർക്കും ഗുരുവിൻ്റെ കൃപയാൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.